Hi friends, welcome to Magnum's YouTube channel. So, we will business studies class public sector enterprises. We will class private sector types of different types of organizations. Private sector. So, we will chapter 7th chapter public sector enterprises. എന്താണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ പാഠത്തിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ പാഠം പഠിക്കുന്നതിലൂടെ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ പാഠത്തിന്റെ അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഈ 7th ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഐഡന്റിഫൈ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ, അതായത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, ഈ പബ്ലിക് സെക്ടറിനെ എത്ര ഫോംസ് ഓഫ് ഓർഗനൈസേഷനെ തരംതിരിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. And the first one is meaning of public sector enterprises അല്ലെങ്കിൽ public enterprises. As stated earlier, the business units owned, managed and controlled by the central, state or local government are termed as public sector enterprises. So, നമ്മളത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് ബിസിനസ് അതായത് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റോ ഓൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നുള്ള ചെറിയ ബിസിനസ് എൻ്റർപ്രൈസസിനാണ് നമ്മൾ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. A public sector enterprises may be defined as a commercial or industrial undertaking owned and managed by the government with a view to maximize social welfare and uphold the public interest. അതായത് ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനി കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള എന്തെങ്കിലും ആയിട്ടുള്ളൊരു ബിസിനസ് ഓർഗനൈസേഷൻസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ ഗവൺമെന്റ് വിത്ത് എ വ്യൂ ടു മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ. ആ ബിസിനസ് എന്തായിരിക്കും ഓൺഡ്, അതായത് അതിൻ്റെ ഓണർഷിപ്പും അത് മാനേജ് ചെയ്യുന്നതും ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. എന്താണ് അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്? വിത്ത് എ വ്യൂ ടു മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ ആൻഡ് അപ്ഹോൾഡ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തുന്ന ബിസിനസ്സുകൾ, ഗവൺമെന്റ് നടത്തുന്ന ബിസിനസ്സുകൾ നമ്മൾ പബ്ലിക് എന്റർപ്രൈസസ് എന്ന് വിളിക്കുന്നു. And the public enterprises consists of nationalized private sector enterprises such as banks, Life Insurance Corporation of India, and the new enterprises set up by the government such as Hindustan Mission Tools, Gas Authority of India and State Trading Corporation. So ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. അതായത് ഹിന്ദുസ്ഥാൻ മിഷൻ ടൂൾസ്, ഗെയിൽ അഥവാ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പബ്ലിക് എന്റർപ്രൈസ്. പബ്ലിക് എന്റർപ്രൈസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Government ownership and management. The public enterprises are owned and managed by the central or state government or by the local authority. So നമ്മളോട് നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് എന്റർപ്രൈസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ, അതായത് അതിന്റെ ഉടമസ്ഥാവകാശവും അല്ലെങ്കിൽ നടത്തിപ്പും എന്താണ്? ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള ഗവൺമെന്റ് ലോക്കൽ അതോറിറ്റീസ് ആണ് അത് ചെയ്യുന്നത്. The government may either wholly own the public enterprise or the ownership may be partially be with the government and partially with the private industries and the public. സോ ഈ പബ്ലിക് എന്റർപ്രൈസസിൽ തന്നെ ഇതിന്റെ ആ എന്റർപ്രൈസിന്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഫുള്ളായിട്ട് വേണമെങ്കിൽ അതിന്റെ ഫുൾ ഓണർഷിപ്പ് ഗവൺമെന്റിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ പാർഷ്യൽ ഓണർഷിപ്പ് ഗവൺമെന്റിനും ബാക്കി പാർഷ്യൽ ഓണർഷിപ്പ് പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലോ അല്ലെങ്കിൽ പബ്ലിക്കിന് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്ത പബ്ലിക്കിന്റെ കയ്യിലോ ആയിരിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫിനാൻസ് ഫ്രം ദ ഗവൺമെന്റ് ഫണ്ട്സ്. സോ പബ്ലിക് എന്റർപ്രൈസിന്റെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ആണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫിനാൻസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഫണ്ട്സ്. The public enterprises get the capital from government funds and the government has to make provision for the capital in its budget. സോ ഈ ഒരു പബ്ലിക് എന്റർപ്രൈസ് അത് റൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനേജ് ചെയ്യാനുള്ള ഫിനാൻസ് വരുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റിൽ നിന്നാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് ഒരു പബ്ലിക് എന്റർപ്രൈസിനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഫണ്ട് എങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പബ്ലിക് എന്റർപ്രൈസസിന് വേണ്ടി ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നീക്കി വെച്ചിരിക്കും. അങ്ങനെയാണ് ഗവൺമെന്റ് പബ്ലിക് എന്റർപ്രൈസിനെ ഫിനാൻസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പബ്ലിക് വെൽഫെയർ. Public enterprises are not guided by profit motive. The major focus is on providing the service to our community at reasonable prices. Take the case of Indian Oil Corporation or GAIL India Limited. They provide petroleum and gas at subsidized prices to the public. സോ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് പബ്ലിക് വെൽഫെയർ ആണ്. പബ്ലിക് വെൽഫെയറിന് വേണ്ടി ഗവൺമെന്റ് എന്റർപ്രൈസസ് അല്ലെങ്കിൽ പബ്ലിക് എന്റർപ്രൈസസ് എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് അല്ല, അവർ സർവീസ് മോട്ടീവാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്, പബ്ലിക് എന്റർപ്രൈസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. അവരെന്താണ് പബ്ലിക്കിന് വേണ്ടിയിട്ട്
സർവീസ് അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസ് അല്ലെങ്കിൽ കമ്മോഡിറ്റിക്ക് റീസണബിൾ പ്രൈസിൽ കൊടുക്കുന്നു. അതായത് ഇത് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓർ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. നമുക്കറിയാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അല്ലെങ്കിൽ ഗെയിൽ ഇന്ത്യയൊക്കെ പെട്രോളിയം പ്രൊഡക്ട്സും ഗ്യാസ് പ്രൊഡക്ട്സും ഒക്കെ റീസണബിൾ അതായത് സബ്സിഡൈസ്ഡ് പ്രൈസസിലാണ് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്നത്. അതുമാണ് ഇവിടെ പബ്ലിക് വെൽഫെയർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ്. Public sector enterprises concentrate on providing public utility services like transport, electricity, telecommunication, etc. Public utility servicesലാണ് അധികവും പബ്ലിക് എന്റർപ്രൈസസ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസാണ്. ഏതൊക്കെ തരം? അതായത് ട്രാൻസ്പോർട്ടേഷൻ, നമുക്കറിയാം ഇപ്പം കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന KSRTC അല്ലെങ്കിൽ അതുപോലെ KSEB അല്ലെങ്കിൽ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ അതായത് BSNL, ഇതൊക്കെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. Public enterprises are governed by public policies formulated by the government and are accountable to the legislature. സോ പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ അതായത് ജനങ്ങളുടെ പണം കൊണ്ട് തന്നെയാണ് ഈ പബ്ലിക് എന്റർപ്രൈസിനെ ഫിനാൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പബ്ലിക് എന്റർപ്രൈസിനെ പബ്ലിക് പോളിസി അതായത് ഗവൺമെന്റ് പോളിസീസ് കൊണ്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് ഈ പബ്ലിക് എന്റർപ്രൈസ് ഒക്കെ ഓരോ ഗവൺമെന്റ് പോളിസിയുടെ അല്ലെങ്കിൽ റൂൾസിനനുസരിച്ചാണ് അവരുടെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ ആ ബിസിനസ്സിൽ ഏതൊക്കെ തരത്തിലാണ് ആ ഫിനാൻസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ ആ ഫേം അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് എന്റർപ്രൈസ് അതവർ എന്താ പറയുക അവർ അക്കൗണ്ടബിൾ ആണ് ഗവൺമെന്റിനും അതുപോലെ പബ്ലിക്കിനും. ഈ പബ്ലിക് എന്റർപ്രൈസ് എന്ന് പറയുന്നത് അവർ അക്കൗണ്ടബിൾ ആണ്. അതാണ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് excessive formalities. Government rules and regulations force the public enterprises to observe excessive formalities in their operations. This makes the task of management very sensitive and cumbersome. സോ എക്സസീവ് ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് ദ ഗവൺമെന്റ് റൂൾസ് അതായത് പബ്ലിക് എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്റർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അതിന് ധാരാളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ ഓരോ ഓപ്പറേഷൻസും അല്ലെങ്കിൽ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ധാരാളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് എന്റർപ്രൈസസിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെരി സെൻസിറ്റീവ് ആണ്. അതായത് ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അവർക്ക് എല്ലാ മേഖലയും അതിനെക്കുറിച്ചും അതിന് വിശദമായി പഠിക്കണം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എങ്ങനെ മറ്റുള്ളവരെ എഫക്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് വളരെ വിശദമായി പഠിക്കണം. അതുകൊണ്ടാണ് ഇവിടെ വെരി സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രൈവറ്റ് സെക്ടറും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് ബേസിസ് ഓഫ് ഡിഫറൻസ് ഈസ് ഒബ്ജക്റ്റീവ്. പ്രൈവറ്റ് സെക്ടറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അതായത് നമ്മൾ ആദ്യം പഠിച്ചു പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ പ്രോഫിറ്റ് ആണ്. പക്ഷേ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന് മാക്സിമൈസ് സോഷ്യൽ വെൽഫെയർ എക്കണോമിക് ആൻഡ് എൻഷുർ ബാലൻസ് ഡെവലപ്മെന്റ്. സോ ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു എക്കോണമിയെ ബിൽഡ് ചെയ്യുക, കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതൽ നല്ല സർവീസസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓണർഷിപ്പ്, ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓൺഡ് ബൈ ഗവൺമെന്റ്. സോ നമുക്കറിയാം പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ അധികവും ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അതേസമയം പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ആ ഒരു ഗവൺമെന്റിന്റെ ഏത് ഗവൺമെന്റ് ആണോ ഭരിക്കുന്നത് അതിന്റെ കീഴിലായിരിക്കും പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് മാനേജ്മെന്റ്, മാനേജ്ഡ് ബൈ ഓണർ ആൻഡ് പ്രൊഫഷണൽ മാനേജ്ഡ് ബൈ ഗവൺമെന്റ്. സോ ഒരു പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓണേഴ്സോ അല്ലെങ്കിൽ ഓണേഴ്സ് തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരോ മാനേജേഴ്സോ ആയിരിക്കും ഒരു പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസിനെ മാനേജ് ചെയ്യുന്നത്. അതേസമയം ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസിനെ മാനേജ് ചെയ്യുന്നത് ഗവൺമെന്റോ അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ്സോ ആയിരിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ക്യാപിറ്റൽ, റേസ്ഡ് ബൈ ഓണേഴ്സ് ത്രൂ ലോൺസ്, പ്രൈവറ്റ് സോഴ്സസ് ആൻഡ് പബ്ലിക് ഇഷ്യൂസ്. സോ നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ആ പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിന്റെ ഓണേഴ്സ് ചേർന്നിട്ടോ അല്ലെങ്കിൽ അവർ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സോഴ്സസിലൂടെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും ഒരു പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് അവരുടെ ഫണ്ട് കണ്ടെത്തുക. അതേസമയം പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? റേസ്ഡ് ഫ്രം ഗവൺമെന്റ് ഫണ്ട്സ് ആൻഡ് സംടൈംസ് ടു പബ്ലിക് ഇഷ്യൂസ്. ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് അധികവും ഗവൺമെന്റ് ബജറ്റിൽ അവർ ആ ഒരു സെക്ടറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ തന്നെ ചില സ്ഥലത്ത് അതായത് ചില എന്റർപ്രൈസസ് ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് അവർ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഓപ്പറേറ്റ്സ് ഇൻ ഓൾ ഏരിയാസ് വിത്ത് അഡിക്വേറ്റ് റിട്ടേൺ. അതായത് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് ഏതൊക്കെ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവായ പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ് നോക്കുന്നത്. സോ ഏരിയ ഓഫ് ഓപ്പറേഷൻ അവർ ഏതൊക്കെ സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു ആഡിക്വേറ്റ് റിട്ടേൺ ആയിട്ട്, അതൊരു മിനിമം റിട്ടേൺ അവർക്ക് കിട്ടുമെങ്കിൽ മാത്രമേ
അവർ ആ ഒരു സെക്ടറിൽ തുടർന്നു പോകുകയുള്ളൂ. അതേസമയം ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ്സ് ഇൻ ബേസിക് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഏരിയ അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അവർ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ്, നമ്മൾ നേരത്തെ കണ്ടു, അതായത് ട്രാൻസ്പോർട്ടേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പബ്ലിക് യൂട്ടിലിറ്റി സെക്ടേഴ്സിലായിരിക്കും ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് അധികവും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. സോ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് നമ്മൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി ഓർ പബ്ലിക് കോർപ്പറേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗവൺമെന്റ് കമ്പനി. സോ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. Departmental undertaking is a form of organization is primarily used to provision of essential services such as railways, postal services, broadcasting, etc. Such organization functions under the overall control of Ministry of the Government and are financed and controlled in the same way as any other government department. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന്, അതായത് റെയിൽവേ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്. അതായത് അതിന് സെപ്പറേറ്റ് ഒരു മിനിസ്ട്രി ഉണ്ടാകും. അല്ലെങ്കിൽ റെയിൽവേ പോലെ തന്നെ പോസ്റ്റൽ സർവീസസ്, ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് ദൂരദർശൻ പോലുള്ള ഗവൺമെന്റ് ചാനൽസ്, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗിന്റെ കീഴിലാണ് വരുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗിന് ഇവരെ ഫിനാൻസ് ചെയ്യുന്നത് എന്താണ്? ബജറ്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന് സെപ്പറേറ്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ അവരെ ഫിനാൻസ് ചെയ്യുന്നത്. ദിസ് ഫോം ഈസ് കൺസിഡർഡ് സ്യൂട്ടബിൾ ഫോർ ആക്ടിവിറ്റീസ് വെർ ദ ഗവൺമെന്റ് ഡിസൈർസ് ടു ഹാവ് control over them in view of public interest. So department undertaking എന്തിനാണ് അധികവും? അതായത് suitable for activities where the government decide to have control over them. അതായത് വലിയ രീതിയിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒക്കെയുള്ള സെക്ടറിൽ ഗവൺമെന്റ് ഡയറക്റ്റ് കൺട്രോൾ വേണമെന്ന് തോന്നുന്ന ഇതിലാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് വരുന്നത്. സോ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു, റെയിൽവേസ് വരുന്നുണ്ട്, പോസ്റ്റൽ സർവീസസ് വരുന്നുണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ്, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ് വരുന്നത്. And the next one is statutory corporation. It refers to a corporate body created by the parliament or state legislature by a special act which defines its powers, functions and pattern of the management. So ഈ statutory corporation കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അതായത് ഈ ഒരു എന്റർപ്രൈസസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒന്നെങ്കിൽ അതായത് പാർലമെന്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ ഒരു സ്പെഷ്യൽ ആക്ട് ഫോം അല്ലെങ്കിൽ അതൊരു പാസ് ചെയ്തിട്ടാണ്, ഒരു നിയമം പാസ്സാക്കിയിട്ടാണ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഫോം ചെയ്യുന്നത്. ആ നിയമത്തിൽ എന്താണ് ഈ കോർപ്പറേഷനെ കുറിച്ച്, അതിന്റെ പവേഴ്സും അത് ഏത് രീതിയിൽ ഫംഗ്ഷൻ ചെയ്യണമെന്നും അതിന്റെ മാനേജ്മെന്റ് പാറ്റേൺ എന്താണെന്നും എന്നൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, നമുക്കറിയാം എല്ലാ പരിചയമുള്ള LIC, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, അതായത് നിയമം പാസ്സാക്കിയിട്ട് രൂപീകരിച്ച കമ്പനിയാണ് LIC അല്ലെങ്കിൽ സ്റ്റേറ്റ് ടേറ്ററിംഗ് കോർപ്പറേഷൻ എക്സെട്ര. The next one is government company. Government company refers to the company in which 51% or more of the paid up capital is held by the government. It is registered under the Companies Act and it is fully governed by the Provisions Act. സോ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത് അതായത് ഏത് കമ്പനിയുടെ 51% അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഷെയർ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അങ്ങനെ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ എന്റർപ്രൈസിനെയാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ ദ കമ്പനീസ് ആക്ട് ആൻഡ് ഈസ് ഫുള്ളി ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് ആക്ട്. അങ്ങനെയുള്ള കമ്പനികൾ എന്താണ്? കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയും അത് ഫുള്ളി ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും ഈ ഗവൺമെന്റ് കമ്പനി മാനേജ് ചെയ്യുന്നത്. മോസ്റ്റ് ബിസിനസ് യൂണിറ്റ്സ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെന്റ് ഫാൾ ഇൻ ദിസ് കാറ്റഗറി. അതായത് ഗവൺമെന്റിന്റെ കീഴിലുള്ള, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും, ഗവൺമെന്റ് കീഴിലുള്ള എല്ലാ കമ്പനികളും ഈ ഗവൺമെന്റ് കമ്പനിയുടെ കീഴിലാണ് വരുന്നത്. നമ്മൾ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് എന്റർപ്രൈസസ് നമ്മൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് കമ്പനീസ്. സോ ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗിന്റെ എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേസ്, ഇന്ത്യൻ റെയിൽവേ, ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ ആകാശവാണി, നമ്മുടെ ദൂരദർശൻ TV, അതായത് ടെലിവിഷൻ ചാനൽ, ഇതൊക്കെ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ് ആണ്. ഇതൊക്കെ ഒരു മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന്റെ കീഴിൽ വരുന്നതാണ്. സോ ദാൻ ദ തേർഡ് വൺ ഈസ് ഗവൺമെന്റ് കമ്പനീസ്. നമുക്ക് ഗവൺമെന്റ് കമ്പനീസിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് അല്ലെങ്കിൽ HMT, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഇതൊക്കെ എന്താണ്? പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ കീഴിൽ വരുന്ന കമ്പനീസ് ആണ്. താങ്ക് യു.